ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലിൻ്റെ എൻട്രൻസ് ആണിത്. ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 24 കിലോമീറ്ററാണ്. ഇങ്ങനെയാണ് ഇതിപ്പോൾ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. ഈ ടണലിൻ്റെ പേര് ലേർഡാൽ ടണൽ എന്നാണ്. പക്ഷെ നമ്മൾ ഈ ടണലിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വ്യൂ ഒന്നും മാറാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ 24 കിലോമീറ്റർ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം വരും. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഒരുപാട് കൂടുതലും ടണലിനുള്ള ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് ആൾക്കാർ ഉറങ്ങിപ്പോയിട്ടാണ്. കാര്യം വ്യൂ ഒന്നും മാറുന്നില്ല, ഒരേപോലെ ലൈറ്റിങ് ഇങ്ങനെ കണ്ടിന്യൂസ് കിടക്കുക. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈവേഴ്സിനെ അഫക്റ്റ് ചെയ്യും. ഇത് ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഈ ടണലിനുള്ളിൽ പലയിടത്തും അവർ പല തരത്തിലുള്ള ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് കണ്ണിനൊരു വേറൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇനി അത് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇതേപോലെ നീല കളറുണ്ട്. ആ സൈഡിൽ 2 സൈഡിൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി നിർത്താം. നമ്മൾ വളരെ വേഗത്തിൽ പോകുന്നതുകൊണ്ട് എല്ലാം വളരെ വേഗത്തിൽ കഴിഞ്ഞു പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണമോ വല്ലതും തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ സൈഡിൽ ചെറിയൊരു സ്ഥലങ്ങളുണ്ട്, ലൈറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ചെറിയായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ചെറിയ റെസ്റ്റ് എടുക്കാൻ പറ്റും. കളർ ലൈറ്റ്സ് ഉള്ളിടത്ത് ട്രക്കിന് പാർക്ക് ചെയ്യാനുള്ള അത്രയും നീളത്തിലുള്ള സ്പേസ് ഉണ്ട്. നോർവേയിൽ ഒരു നോർമൽ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ സ്പീഡൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 80 ആണ്. അപ്പം നമ്മൾ ഈ ടണലിൽ കൂടെ 80 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 80 km/h കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാലും നമ്മൾ ഈ ടണലിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലെത്താൻ വേണ്ടി ടോട്ടൽ ഓൾമോസ്റ്റ് 80 × 20 minutes വേണ്ടി വരും. അത്രയ്ക്ക് നീളമുണ്ട് ഇത്. ഇത് വേറൊരു കളർ ഇവിടെ കണ്ടില്ലേ, ഒരു വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ വണ്ടി കുറച്ചേരൊക്കെ നിർത്തിയിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലത്ത് നമ്മളുടെ ഒരു കണ്ണിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭയങ്കര ഡാർക്ക് ലൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ചേഞ്ച് ആവും. ഇനി നമുക്ക് 5 കിലോമീറ്ററൂടെ പോയി കഴിഞ്ഞാൽ ടണലിൽ പുറത്തിറങ്ങും.